ഹലോ ഡിയർ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമ്മൾ പുതിയ ബേസിൽ അലോവേരയുടെ സോപ്പ് ചെയ്യുവാണ് കേട്ടോ. പ്യൂർ അലോവേരയുടെ സോപ്പാണ്. ഇതുണ്ടോ നമ്മുടെ ഗ്ലിസറിൻ ബേസ് ഉണ്ടോ? എന്നെ ഭംഗിയാണ് നോക്കി ഇത് കാണാൻ തന്നെ. ഇതിന്റെ കളർ നോക്കി, ശരിക്കും നമ്മുടെ വെളിച്ചെണ്ണയുടെ കളറല്ലേ. ശരിക്കും ബേസ് വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കി വരുന്നതാണെങ്കിൽ ഈ ഒരു കളറാണ് ശരിക്കും നമുക്ക് വരിക കേട്ടോ. പക്ഷേ നമുക്ക് പലർക്കും അത് അറിഞ്ഞൂടാ. ഗ്ലിസറിൻ ബേസ് ആണ്, ഇങ്ങനെ നല്ല വെളിച്ചെണ്ണയുടെ ബേസ് ആണെന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും തരും. പക്ഷേ അതിൽ നമുക്ക് ഉറപ്പില്ല കേട്ടോ, എല്ലാ സാധനവും അങ്ങനെ തന്നെ ആയിരിക്കണം. ഇത് കറക്റ്റ് നമുക്ക് ഗ്ലിസറിൻ ബേസ് ആണ്, ഗ്ലിസറിൻ വെളിച്ചെണ്ണയുടെ ബേസ് ആണെന്ന് നമുക്ക് കറക്റ്റ് അറിയാൻ പറ്റും. നമ്മൾ ഇതിനകത്തേക്ക് ഒരു 2-3 തുള്ളി എസൻഷ്യൽ ഓയിൽ ആഡ് ചെയ്യുന്നുണ്ട്. ഇനി നമ്മൾ ഇതിനകത്തേക്ക് ചേർക്കുന്നത് ഒരല്പം റോസ് വാട്ടറാണ്. ഇതൊക്കെ ഉള്ളതിൻ്റെ ലഭ്യത അനുസരിച്ച് നിങ്ങൾ ചേർത്താൽ മതി കേട്ടോ. അപ്പം അതിന് പ്രത്യേകിച്ച് ഞാനൊരു കണക്കായിട്ടൊന്നും എടുത്തിട്ടില്ല. ഒരു ടേബിൾ സ്പൂൺ എന്നൊക്കെ പറയാം, അത്രേ ഉള്ളൂ, അത്രേ എടുത്തിട്ടുള്ളൂ. പിന്നെ നമുക്ക് ഗ്ലിസറിൻ നമുക്ക് ഒരുവിധപ്പെട്ട എല്ലാവർക്കും തന്നെ ഗ്ലിസറിൻ വേണം നല്ല രീതിയിൽ. അപ്പോൾ നമ്മൾ ഗ്ലിസറിൻ നന്നായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സ്പൂണിന് ഞാൻ എപ്പോഴും ഉപയോഗിക്കുന്ന ഒരു സ്പൂണാണ് ഇത്. അപ്പോൾ ഇതിനൊരു വേണോ ഇത്രയും ഇച്ചിരി കൂടുതൽ ചേർത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പം നമുക്ക് ഇഷ്ടമുള്ള അത്രയും ഗ്ലിസറിനൊക്കെ ആഡ് ചെയ്യാം. പിന്നെ ഒരുപാട് അങ്ങ് ആഡ് ചെയ്യേണ്ടാന്നേ ഉള്ളൂ. പിന്നെ നമുക്ക് വൈറ്റമിനിയുടെ ഡ്രോപ്സ് ഒഴിക്കാം കേട്ടോ. ഇപ്പോൾ ഒരു ഏകദേശം 7-8 സോപ്പിൻ്റെ ഉണ്ട്. അപ്പോൾ നമുക്കൊരു 8-9 തുള്ളി ഒഴിക്കണം. ഒരു സോപ്പിന് ഒരു തുള്ളി എന്നൊരു കണക്കിലങ്ങ് ചേർത്ത് വിട്ടാൽ മതിയേ. അപ്പം നമ്മളിപ്പം ഡവിൻ്റെ സ്മെല്ലും മസ്കിൻ്റെ സ്മെല്ലും കൂടെ ചേർത്ത് ഞാനൊന്ന് സെപ്പറേറ്റ് ചെയ്താണ് ചെയ്യുന്നത് കേട്ടോ. ഇന്ന് ഡവിൻ്റെ സ്മെല്ല് അടിപൊളിയാണ്. പിന്നെ ഡവിൻ്റെ സ്മെല്ല് ഞാനൊരു 15 എടുത്ത് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പം അതിനകത്തേക്ക് പിന്നെ നമുക്ക് ആഡ് ചെയ്യാനുള്ളത് ഒരു ശക്കല മസ്കിൻ്റെ സ്മെല്ലോടെ ചേർത്ത് ഞാനൊന്ന് മിക്സ് ചെയ്യുക കേട്ടോ. ഇതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ചിലർ ചൂസി ആയിട്ട് ചെയ്യാറുണ്ട്. പലത് ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് നല്ലൊരു സെപ്പറേറ്റ് സ്മെല്ലൊക്കെ കൊടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതിനകത്തേക്ക് നമ്മളിനി അലോവേരയുടെ സോപ്പാണല്ലോ, അപ്പോൾ കറക്റ്റ് ഈ ഒരു സ്പൂണിന് നിറച്ച് അലോവേരയുടെ ജെൽ ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ആഡ് ചെയ്യാൻ നിർബന്ധമൊന്നുമില്ല. പിന്നെ നമുക്ക് അലോവേര കിട്ടുന്നതനുസരിച്ച് നമ്മുടെ ലഭ്യത അനുസരിച്ച് ചേർക്കാം കേട്ടോ. ഒരു ശക്കലോടെ ആഡ് ചെയ്ത് കൊടുക്കുവാണേ. കറക്റ്റ് നമ്മുടെ അലോവേരയുടെ സോപ്പ് കിട്ടണമല്ലോ നമുക്ക്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കളർ വേണ്ടവർക്ക് കളർ ചെയ്ത് കൊടുക്കാം. പക്ഷേ ഇന്ന് കളർ ചേർക്കാതെ തന്നെ ചെയ്യാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് ഒഴിച്ച് നിങ്ങൾ സെറ്റ് ചെയ്തിട്ട് കാണിച്ചു തരാവേ. ഇതും ഈ ഒരു മോൾഡിൽ തന്നെ ഞാൻ ഒഴിക്കുവാണേ. അധികം ധൃതി പിടിക്കാതെ ഒഴിക്കുവാണെങ്കിൽ വലിയ പതഞ്ഞ് വരുവല്ല. പിന്നെ മോൾഡ് ഇരിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിക്കണം. എങ്ങനെയാണ് മോൾഡ് ചെരിഞ്ഞാണോ എന്നൊക്കെ ഇരിക്കുന്നതെന്നൊന്ന് ശ്രദ്ധിച്ചേക്കണേ. നിങ്ങൾ ഉപയോഗിച്ചെടുത്ത് കഴിയുമ്പോൾ ആയിരിക്കും ചിലപ്പോൾ മോൾഡ് ചെരിഞ്ഞിരിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുക. അപ്പോൾ അങ്ങനെ 2-3 മോൾഡിൽ ഒഴിച്ചു. ഇനി ഞാൻ നമ്മുടെ പിയേഴ്സിൻ്റെ മോൾഡും ഇതിനകത്തൂടെ കൂടുതൽ ഒഴിക്കുവാണ്. അപ്പോൾ നമ്മൾ ഫുൾ അലോവേരയുടെ സോപ്പ് ഫുൾ നമ്മൾ മോൾഡിലേക്ക് ഒഴിച്ച് കഴിഞ്ഞു. ഇനി നമ്മൾ ഈ പാത്രം ഉണ്ടെങ്കിൽ ഇരിക്കുന്ന ആലോചിക്കില്ല കേട്ടോ. കാരണം എന്ന് വെച്ചാൽ കണ്ടിന്യൂസ് നമ്മൾ സോപ്പ് ഉണ്ടാക്കി ആ പാത്രത്തിൻ്റെ കളറൊന്ന് മാറി കിട്ടിയതാണ്. വേറെ പ്രോബ്ലം ഒന്നുമില്ല കേട്ടോ. അപ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് ഇപ്പം എങ്ങനെ പോലും ഒരു 8-9-10 മാസത്തോളമായി നമ്മൾ സോപ്പ് നിർമ്മിക്കാൻ തുടങ്ങിയിട്ട്. അപ്പോൾ ഇതിൻ്റെ അവസാനം ഇങ്ങനെ വരുന്ന എക്സ്ട്രാ ഒക്കെ ഞാൻ നമ്മുടെ വീട്ടിലേക്കുള്ള യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ എടുക്കാറുള്ളൂ കേട്ടോ. അപ്പം അത് വേണമെങ്കിൽ മാറ്റാം. വലിയ കാര്യമായ പതയുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ എന്തായാലും മാറ്റിയേക്കാം. നമുക്ക് വിൽക്കാനുള്ള സാധനമാണ്. ഉറപ്പായിട്ട് നിങ്ങൾ ഈ പത മാറ്റി സെറ്റ് ചെയ്യണേ. അതിനെന്ന് വെച്ചാൽ നമുക്ക് വൃത്തി എന്ന് പറയുന്നൊരു സാധനം മെയിനായിട്ടും പ്രത്യേകിച്ച് ഹോം മെയ്ഡ് പ്രോഡക്റ്റുകളിൽ എല്ലാവരും ഇങ്ങനെ നമ്മുടെ ഇതിൻ്റെ ഭംഗിയൊക്കെ നോക്കാറുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ കൊടുക്കുമ്പോൾ മാക്സിമം വൃത്തിക്ക് കൊടുക്കാൻ നോക്കുക. അതായത് നമുക്ക് കൂടുതൽ ഓർഡേഴ്സ് കിട്ടാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യും. അപ്പം വീട്ടിലിരിക്കുന്ന വീട്ടമ്മമാർ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ചെറിയ സംശയങ്ങളും ഉണ്ടെങ്കിൽ നിങ്ങൾ അത് ക്ലിയർ ചെയ്തിട്ട് നിങ്ങൾ എത്രയും പെട്ടെന്ന് എന്തെങ്കിലും ഒരു ജോലി ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പം തന്നെ ഉണ്ടാക്കി ചെയ്ത് പഠിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. നിങ്ങളുടെ അനുഭവങ്ങളാണ് നിങ്ങൾക്ക് ഗുരു എന്ന് പറയാൻ പറ്റും. എനിക്കങ്ങനെ പറയാൻ പറ്റും. കാരണം ഞാൻ അങ്ങനെ പഠിച്ച ഒരാളായതുകൊണ്ട് നിങ്ങളുടെ അനുഭവങ്ങൾ, പിന്നെ നമ്മൾ അനുഭവങ്ങൾ കുറവാണെങ്കിൽ നമ്മൾ പലയിടത്ത് തപ്പാൻ പോകും. പലത് നമ്മൾ കാണും, കേൾക്കും, അങ്ങനെ പലതവണ നമ്മൾ റിപ്പീറ്റ് ചെയ്ത് പഠിക്കും. അങ്ങനെയല്ലേ നമ്മളെല്ലാ കാര്യങ്ങളും പഠിക്കുക. സ്കില്ലുള്ളവർക്ക് 100% നമ്മൾ ഒരു കാര്യം ചെയ്യുമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അത് ചെയ്യാൻ പറ്റും കേട്ടോ. അതാണ് എൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായ കാര്യം. നമ്മൾ സ്കില്ലുണ്ടോ, നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് വിശ്വാസമുണ്ടോ, നമുക്കത് ഉറപ്പായിട്ടും ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇതാണ് നമ്മുടെ സോപ്പിൻ്റെ അവസാനത്തെ ഒരു ലുക്ക്. ഞാൻ ഇത് ഉറച്ച ശേഷം നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. അതിപ്പോൾ എന്തായാലും ഉടനെ ഒന്നിച്ച് നമുക്ക് ഉറച്ചത് കാണിച്ചു തരാൻ പറ്റില്ലല്ലോ. അപ്പോൾ കുറച്ച് സമയം വെയിറ്റ് ചെയ്യണം. എന്തായാലും ഒരു 2 മണിക്കൂർ മിച്ചം എടുക്കും നമുക്ക് ഇതൊന്ന് സെറ്റായി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുവരെ ഒന്ന് വെയിറ്റിങ്ങിലാണ്. എന്തായാലും നിങ്ങളെ വീഡിയോയുടെ അവസാനം നിങ്ങളെ കാണിച്ചു തരുന്നതാണ് കേട്ടോ. പിന്നെ നമ്മുടെ ബേസ് ഇതുണ്ടോ, ഞാൻ ഒഴിച്ചെടുത്ത് കുറച്ച് ബേസ് കാര്യങ്ങളൊക്കെ വീണിട്ടുണ്ട്. അത് നമ്മൾ നല്ലപോലെ ക്ലിയർ ചെയ്യണം. അത് നമ്മൾ ഈ പരിപാടി എല്ലാം കഴിഞ്ഞ് വരുമ്പോൾ നല്ല വൃത്തിയായിട്ട് നമ്മൾ കഴുകിയിട്ടാണ് പിന്നെ യൂസ് ചെയ്യുക കേട്ടോ. അപ്പം ഇതിങ്ങനെ വീഴാതിരിക്കാൻ നമുക്ക് ഒരു വഴിയുണ്ട്. കാരണം നല്ല കുഴിഞ്ഞ തവി ഉണ്ടെങ്കിൽ ആ തവി വെച്ചിട്ട് നിങ്ങൾക്ക് കോരി ഒഴിച്ചാൽ ഇത്രയധികം നമുക്കിങ്ങനെ മെസ്സപ്പായിട്ട് കിടക്കില്ല. അപ്പം നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്തു നോക്കുക. നല്ലൊരു വിജയം എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് പുതിയ വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ.